വിദ്യ അതെടുത്ത് പാസ് ചെയ്യാൻ പോകുന്നു. വളരെ വിദഗ്ധമായിട്ട് തന്നെ സിദ്ധാർത്ഥ് സഞ്ജുവിന് പാസ് ചെയ്തിരിക്കുന്നു. സഞ്ജു നമ്മുടെ മണികണ്ഠൻ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. മണികണ്ഠനെ വീഴ്ത്തിക്കൊണ്ട് രാജീവ് പിള്ള മുന്നേറുമ്പോൾ അതിവിദഗ്ധമായിട്ട് സഞ്ജു ആ പന്ത് സേഫാക്കി കളഞ്ഞിരിക്കുന്നു. ഇതാ രാജീവിന് ഒരു രക്ഷയില്ല. രാജീവ് ഇന്ന് കളം നിറഞ്ഞ് കളിക്കുകയാണെങ്കിൽ മിക്കവാറും തിരിച്ചൊരു ഗോൾ കയറാനുള്ള ഒരു സാധ്യത. അതാ മണികണ്ഠൻ ആ ബോൾ തിരിച്ച് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. രാജീവ് പിള്ളയിൽ നിന്ന് നമുക്ക് ആ ഒരു ആർജവം കാണാം. CCL കാണാറുള്ള അതേ ആവേശം ഇവിടെ അദ്ദേഹം കാഴ്ചവെക്കുന്നു. മറ്റൊരു ശ്രമം കൂടി വിഫലമാവുകയാണ്. ഒരു ഗോളിന് വേണ്ടി ദാഹിക്കുകയാണ് ഇവിടെ ടീം മമ്മൂട്ടി. മണികണ്ഠനും വിഷ്ണുവും ഒരിഞ്ഞ പോരാട്ടം. സിദ്ധാർത്ഥ് ഇതാ വീണ്ടും രാജീവ് പിള്ള ഒരു സൈഡിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. രാജീവ് ഗോളടിച്ച് അടങ്ങുന്ന വാശിയോടുകൂടിയാണ് മുന്നേറുന്നത്. ഇതാ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. സഞ്ജു അത് രക്ഷപ്പെടുത്തി. അതാ 4-ാം നമ്പറിൽ സഞ്ജു. കൈലാഷ് വീണ്ടും ഗോളടിക്കാൻ ഗോൾഡൻ ചാൻസ് ആയിരുന്നു. കൈലാഷ് നല്ല പാസ്സായിരുന്നു രാജീവിന്. മൈജി ഫ്യൂച്ചർ അജ്മി പ്രസൻസ് അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് ഗോഡ്സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എക്സ്പേർട്സ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാറാണി വെഡിംഗ് കളക്ഷൻസ് പവർഡ് ബൈ ഡി ഗ്രൂപ്പ്. So that's it. First half കഴിഞ്ഞിരിക്കുന്നു. 1-0 ലീഡ് ചെയ്യുന്നത് ടീം സുരേഷ് ഗോപി. ഒരു നല്ല കൈയുടെ രണ്ട് ടീമുകൾക്കും ആവേശകരമായ പോരാട്ടം കാഴ്ചവെച്ച രണ്ട് ടീമുകൾക്കും ഒരു നല്ല കൈയടി. വളരെയധികം തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുത്തുണ്ട്. രാജീവ് പിള്ളയും കൂട്ടരും അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് വരുമെന്നത് തീർച്ചയാണ്. പ്രചോദിട്ടാ നമുക്ക് നോക്കി കാണാം. അത് വാശിയേറിയ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുകയാണ്. ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിക്കണം, ഒരു നല്ല കയ്യടി കൊടുക്കണം. ഷാജു നമ്പർ 4 കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ണി ശിവപാൽ നമ്പർ 7 ലാലേട്ടൻ്റെ ടീമിൽ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ 1-0 ലീഡ് ചെയ്യുകയാണ് ടീം സുരേഷ് ഗോപി. മമ്മൂട്ടിയുടെ താരങ്ങൾ ക്യാപ്റ്റൻ രാജീവ് പിള്ള ഉൾപ്പെടെ വളരെയധികം വാശിയിലാണ്. വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ഈ മത്സരം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മത്സരത്തെ സമീപിക്കുകയാണ്. എന്തും സംഭവിക്കാം. തീ പാറുന്ന പോരാട്ടം തന്നെ ഇവിടെ നടക്കുമെന്നത് തീർച്ചയാണ്. രണ്ടാം പകുതിയിൽ ആദ്യം തന്നെ രാജീവ് പിള്ള ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ ലാലേട്ടന്റെ ടീം നീ പോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ടീം വളരെ ഗംഭീരമായ ഒരു ഗോള് നേടിയിരിക്കുകയാണ്. സമാസമമായിരിക്കുന്നു. 1-1 ആദ്യ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു രാജീവ് പിള്ള. അത് CCL ബോൾ ലീവ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അദ്ദേഹം ഇവിടെ ബോൾ ലീവ് ചെയ്തിരിക്കുന്നു. രാജീവ് പിള്ള 1-1 കടുത്ത പോരാട്ടം തന്നെ തുടരുകയാണ്. സിദ്ധാർത്ഥ് മേനോൻ മറ്റൊരു ഗോൾ കൂടി, രണ്ടാമത്തെ ഗോൾ നേടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നേറുകയാണ്. എന്നാൽ വളരെ നല്ലൊരു പാസ് അവിടെ ഷാജുവിലെത്തുന്നു. സിദ്ധാർത്ഥ് മേനോൻ വീണ്ടും ആ ഒരു ബോൾ ക്ലിയർ ചെയ്യുന്നു. രക്ഷകനായി മാറുകയാണ് അവിടെ സിദ്ധാർത്ഥ് മേനോൻ. നമുക്കറിയാം CCLലെയും നിറസാന്നിധ്യമായിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഈ ഒരു മത്സരത്തിനെ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇവിടെ രാജീവ് പിള്ളയുടെ കരുത്തുറ്റ ഷോട്ടുകൾ. മറ്റൊരു ഷോട്ട് കൂടി. ഇതാ മനോഹരമായ ഒരു ത്രോ കിട്ടിയിരിക്കുകയാണ്. ഉണ്ണി ശിവപാൽ മമ്മൂക്ക ടീമിന് വേണ്ടി ഉണ്ണി ശിവപാൽ ആ ത്രോ ഏറ്റെടുത്ത് ചെയ്യുന്നു. രാജീവ് പിള്ള നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചൊരു ഗോൾ അടിച്ചുകൊണ്ട് കളിയുടെ രണ്ടാം പകുതി ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതാ സുരേഷ് ഗോപി ചേട്ടൻ്റെ ടീമുകളും മമ്മൂക്ക ടീമും മത്സരിക്കുന്നു. രണ്ടാമത്തെ ഗോളിനൊരു ഗോൾഡൻ ചാൻസ്. ഷാജുവിൻ്റെ ബോൾ കിട്ടിയിരിക്കുകയാണ്. ആ ഉണ്ണി ശിവപാലിൻ്റെ കാലിൽ നിന്ന് ആ ബോൾ മിസ്സായിരിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ്. നല്ല കൈയടി കൊടുക്കണം. ആര് ജയിക്കും? ഏകദേശം കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കൈലാഷ് വീണ്ടും ആ ബോൾ വളരെ മനോഹരമായ ഒരു മുന്നേറ്റമായിരുന്നു സിദ്ധാർത്ഥന്റെ. ഉണ്ണി ശിവപാൽ 7-ാം നമ്പർ ഉണ്ണി ശിവപാൽ ബോളുമായി മുന്നേറുന്നുണ്ട്. സിദ്ധാർത്ഥനെ വെട്ടിച്ചുകൊണ്ട് പോകുമ്പോഴും രാജീവ് പിള്ള വീണ്ടും ഒരു നല്ലൊരു ഡിഫൻഡറായി മുന്നേറുന്നു. ബോൾ ഗ്രൗണ്ടിന് വെളിയിലേക്ക് പോയിരിക്കുകയാണ്. അത് കൈലാഷിന്റെ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു.
ഇത് രാജീവ് പിള്ള നമുക്ക് ടീമിന് വേണ്ടി ഗുഡ് ഡിഫൻഡറാണ്. ഇത് അദ്ദേഹം പോസ്റ്റിലേക്ക് തന്നെ വീണ്ടും അടിച്ചിരിക്കുന്നു. സഞ്ജു ഒരു നല്ല ഡിഫൻഡോട് കൂടി തന്നെ, നല്ലൊരു ഹെഡറോട് കൂടി തന്നെ ആ ബോൾ അവിടുന്ന് ഇപ്പുറത്തെ പോസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മണികണ്ഠൻ സിദ്ധാർത്ഥനും ഇതാ ഫോർവേഡിൽ തന്നെ ഉണ്ട്. രാജീവ് പിള്ള എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബോൾ അവിടെ വെക്കൂ, അവരുടെ കയ്യിലേക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോഴും ഇതാ വളരെ ഒരു മുന്നേറ്റം. റഫറി ഇത് കണ്ടോ ഇല്ലയോ എന്ന് രാജീവ് പിള്ള ചോദിക്കുന്നു. വീണ്ടും ആ ബോള് ഇതാ നമ്മുടെ കൈലാഷിന് ഇട്ടുകൊടുത്തു ഷാജു, പക്ഷേ ബോള് മിസ്സായി ഷാജുവിന്. മനോഹരമായ മറ്റൊരു ക്ലിയറൻസ് കൂടി ഇവിടെ രാജീവ് പിള്ളയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിനു മുമ്പ് പ്രചോദട്ട നല്ലൊരു ക്ലിയറൻസ് റിയയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു ഏതാണ്ട് ഷുവർ ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു അത്. നല്ലൊരു സേവ് കൂടി റിയ. ഒരു നല്ല കൈയടി റിയക്ക്, നല്ലൊരു കൈയടി റിയക്ക്. രാജീവ് പിള്ള മണികണ്ഠനെ രൂക്ഷമായി നോക്കി, നീ എൻ്റെ ബോൾ എടുക്കാറായോടാ എന്നുള്ള നോട്ടത്തിലാണ്. എല്ലാം ഉണ്ട്. ഇതാ മണികണ്ഠ ശ്രദ്ധിച്ച് നിൽക്കൂ, ഷാജുവിന് ബോൾ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. ഷാജു അടുത്ത പോസ്റ്റിലേക്ക് ഇതാ നമ്മുടെ ഉണ്ണി ശിവപാൽ ആ ബോളുമായി മുന്നേറി. കൈലാഷും സഞ്ജുവും ഇതാ മണികണ്ഠൻ ആ ബോളുമായി മുന്നേറുന്നു. അത് മിക്കവാറും ഒരു ഗോൾ ആകാനുള്ള ചാൻസ് ആയിരുന്നു. ഇതാ ഷാജു ഒരു ശ്രമം കൂടി ഇവിടെ. രണ്ട് ടീമുകളും കരുത്തുറ്റ പോരാട്ടം തന്നെ കാഴ്ചവെക്കുകയാണ്. നിലവിൽ സമാസമം 1-1. കോട്ടയം നസീർ, അനുകരണ കലയുടെ കോട്ടയം നസീർ ഇന്ന് ഈ കളിക്കളത്തിൽ ആരെ അനുകരിക്കും? മെസ്സിയെ അനുകരിക്കുമോ, റൊണാൾഡോയെ അനുകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം വീറും വാശിയോടുകൂടി തന്നെയാണ്. അതാ തീർച്ചയായിട്ടും പുറത്തുനിന്ന് കളി ഒരുപാട് നന്നായിട്ട് കണ്ട് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് നസീർക്ക. ഇവിടെ മുന്നേറ്റം. സ്പെക്ടേറ്റേഴ്സ് പ്ലീസ് ബി കെയർഫുൾ. കരുത്തുറ്റ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം കളി വീക്ഷിക്കുക. ബി സേഫ്. രാജീവ് പിള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രഹരം ഈ സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ഗോളിൽ കലാശിച്ചിരുന്നു. ഇതാ സിദ്ധാർത്ഥ് വീണ്ടും ആ ബോള് പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കോട്ടയം നസീർ അതിവിദഗ്ധമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ 5-ാം നമ്പറിൽ അദ്ദേഹത്തിന്റെ തിളക്കം അദ്ദേഹം കാണിച്ചിരിക്കുന്നു. ഡിഫൻഡറായി നിൽക്കാൻ രാജീവ് പിള്ള പറയുന്നുണ്ട്. ഇതാ കൈലാഷ് മുന്നേറുന്നു. മണികണ്ഠൻ ആ ബോളിന് പുറകെ ഓടുന്നുണ്ട്, പക്ഷെ അത് വീണ്ടും ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. 1-1 സമാസമമായി നിൽക്കുകയാണ് രണ്ട് ടീമുകളും ഇവിടെ. രാജീവ് പിള്ളയും അതുപോലെ തന്നെ കുക്കു, അവർ തമ്മിലുള്ള പോരാട്ടം കൂടി, രണ്ട് ക്യാപ്റ്റൻസിന്റെ പോരാട്ടം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് മെനോൻ വളരെ നല്ല ക്രിക്കറ്റിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. അദ്ദേഹം ഇവിടെ ഒരു ഫുട്ബോളിൽ ഈ നല്ലൊരു പ്ലെയർ കൂടിയാണ്. അദ്ദേഹം ഒരു ഗോൾ നേടുമോ നോക്കാം. നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. പക്ഷേ രാജീവ് പിള്ള നിർദ്ദേശം കൊടുക്കുന്നു. അത് വളരെ മനോഹരമായ ഒരു കോർണറാണ്. ഗോൾ പോസ്റ്റ് അടുത്തേക്ക് വന്നു. ഗോളാകുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് അവിടുന്ന് സേഫായി. വീണ്ടും ഭഗത് ആ ബോളുമായി മുന്നേറുകയാണ്. അതാ കോട്ടയം നസീർ ആ ബോൾ സേഫാക്കി, പക്ഷെ അത് വീണ്ടും ഒരു കോർണറിലേക്ക് വന്നിരിക്കുകയാണ്. സഞ്ജു ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ വടംവലി ടീം, അതായത് ടഗ് ഓഫ് വാറിന്റെ ടീം പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന് തൊട്ട് പുറകെ വടംവലിയാണ്. ഇതാ രാജീവ് പിള്ള ബോൾ നേരെ അടുത്ത പോസ്റ്റിലേക്ക് അത് വിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ഗെയിമാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. തീരാൻ ഏകദേശം സമയമാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഇതിഹാസമാണ്. കാൽപന്തുകൾ ഇഷ്ടപ്പെടുന്ന ഇതാ കോട്ടയം നസീർ വീണ്ടും അത് നമ്മുടെ കൈലാഷിലേക്ക് ആ ബോൾ വന്നു. മണികണ്ഠൻ പോസ്റ്റിലേക്ക് ആ ബോളുമായി വന്നിരിക്കുകയാണ്. കൈലാഷ് മുന്നേറുന്നു. ഇതാ സഞ്ജു അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. മണികണ്ഠൻ ഗോൾഡൻ ചാൻസ് ആണ്. റിയ. സോ ടഗ് ഓഫ് വാറിനുള്ള പ്ലെയർ ദേവജിത്ത് ബാക്ക് സ്റ്റേജിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വടംവലിയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ദേവജിത്ത് എല്ലാവരും തന്നെ. ടീം മമ്മൂക്ക, അബു സലീം, സ്ഫടികം ജോർജ്, ബാലാജി, മുകുന്ദൻ, ജാഫർ ഇടുക്കി, സന്തോഷ്, കോട്ടയം രമേശ്, ശ്രീകാന്ത് മുരളി, ലാലു അലക്സ്, സലീം ബാവ, അംബിക മോഹൻ, ബീന ആന്റണി, നിഷ സാരംഗ്, ലിസി ജോസ്, ലക്ഷ്മി പ്രിയ, ശ്രിയ രമേശ്. ദേവജിത്ത് ഇവര് എത്രയും പെട്ടെന്ന് എത്തണം. അതുപോലെ തന്നെ ലാലേട്ടൻ ടീം, ഭീമൻ രഘു, മജീദ്, ലാൽ, മനോജ് കെ ജയൻ, ജയകൃഷ്ണൻ, സുരേഷ് കൃഷ്ണ, അനൂപ് ചന്ദ്രൻ, രാമു, രാജീവ് രംഗൻ, ബൈജു വി കെ, മധു മേനോൻ, പൊന്നമ്മ ബാബു, പ്രിയങ്ക അനൂപ്, അൻഷു അരവിന്ദ്, ബിന്ദു വാരാപ്പുഴ, ദീപിക.
കളിയുടെ അവസാന നിമിഷത്തിലേക്ക് കിടക്കുകയാണ്. ഒരു നല്ല കൈയ്യടി കൊടുക്കണം രണ്ട് ടീമുകളും. രണ്ട് ധ്രുവങ്ങൾ കാലുകളിൽ നിന്നും കാലുകളിലേക്ക് വലയിലാക്കുന്നതിലെ വിരുത്. ഒടുവിൽ നീണ്ട മിസ്സിൽ ജയപരാജയങ്ങളുടെ ആരവങ്ങൾ. അരങ്ങൊഴിഞ്ഞ ഗാലറി. ഇതാ നല്ല കൈയ്യടി കൊടുക്കണം. ഏകദേശ സമയം തീരുമ്പോൾ 1-1 മുന്നേറുന്നു നമ്മുടെ സഞ്ജു. അവിടെ നിന്ന് ബോൾ പാസ് ചെയ്ത് കൊണ്ടുവരുന്നു. കൈലാഷ് അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് ഒരു കോർണറിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ നമ്മുടെ ടഗ് ഓഫ് വാർ, അതായത് വടംവലിക്കുള്ള മറ്റ് ടീം അംഗങ്ങൾ, ടീം സുരേഷിന്റെ ടീം ബിജു പാപ്പൻ, ബിജു സോപാനം, ദേവൻ, ഇർഷാദ്, കവിരാജ്, ബിജു കുട്ടൻ, കലാഭവൻ ഷാജോൺ, ബൈജു സന്തോഷ്, അപ്പഹാജ, കിരൺ രഞ്ജ്, കുഞ്ഞികൃഷ്ണൻ, ഉഷ ടി, ജീജ സുരേന്ദ്രൻ, ഷബ്നം, മിനി അരുൺ, യമുന, ഇവരെല്ലാവരും തന്നെ ബാക്ക് സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മ കുടുംബ സംഗമത്തിന്റെ ആദ്യത്തെ ഫുട്ബോൾ മേളയിൽ സ്കോർ നോക്കുമ്പോൾ മമ്മൂക്ക ടീം 1, സുരേഷ് ഏട്ടൻ ടീം 1. വാശിയേറിയ മത്സരമാണ്. തീരാൻ ഏകദേശം കുറച്ച് സമയം കൂടി ബാക്കിയുള്ളപ്പോൾ സഞ്ജുവിന്റെ കാലിൽ നിന്നും സിദ്ധാർത്ഥ പന്ത് ഇപ്പുറത്തെ പോസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജീവ് പിള്ള വിട്ടുകൊടുക്കാതെ ആ ബോളുമായി മുന്നേറുകയാണ്. ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും അത് സൈഡിലേക്ക് തന്നെ മാറിപ്പോയി. ഒരു ചെറിയ ആശ്വാസം വിദ്യയ്ക്കുണ്ട്. കാരണം അത് നേരെ വന്നാൽ എന്ത് ചെയ്യുമെന്നൊരു ആശങ്കയുമുണ്ട്. ഇതാ സിദ്ധാർത്ഥ ബോളുമായി മുന്നേറുകയാണ്. റിയ നല്ല ടെൻഷനിലാണ്. പക്ഷേ കൈലാഷ് അത് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ജസ്നി ഖാൻ അവിടുന്ന് മാറി നിൽക്കൂ. ബോൾ കൊണ്ടാൽ നമുക്ക് കളിക്കേണ്ടതാണ്. അവിടുന്ന് മാറി നിൽക്കൂ. ഞങ്ങളുടെ പ്രതീക്ഷയാണ് അടുത്തിട്ട്. അതാ രാജീവ് ഡയറക്റ്റ് അടിക്കുന്നു. അത് വിദ്യ വളരെ സേഫായിട്ട് അത് മൈൻഡ് ചെയ്യാതെ വിട്ടു. അല്ലെങ്കിൽ ആ ബോൾ ചിലപ്പോൾ കയ്യിൽ തട്ടി ഗോൾ ആയാനേ എന്നൊരു ആശങ്കയുണ്ട്, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും ചേട്ടാ. വളരെ നല്ല ലോങ് റേഞ്ച് ശ്രമമായിരുന്നു രാജീവ് പിള്ളയുടെ. ആദ്യ സെക്കൻഡ് പാദത്തിൽ നമ്മൾ കണ്ടതാണ്. ആദ്യ പ്രഹരം തന്നെ ഏൽപ്പിച്ചൊരു ഗോൾ നേടിയിരുന്നു. അതിനൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വടംവലി മത്സരത്തിന് മത്സരാർത്ഥികൾ ദയവിച്ചത് എത്രയും പെട്ടെന്ന്, നമ്മളിപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റേജിന്റെ പുറകു വശത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. രാജീവ് വിജയേട്ടൻ വിളിക്കുന്നുണ്ട്. രാജീവിനെ റഫറി വിളിക്കുന്നുണ്ട്. എന്തോ വിളിക്കുന്നു, സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടുപേരെയും അടുത്ത് വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. കൊള്ളാലോ, ഇന്നെന്താ ഫിഷ് മാറിയോ? ഫിഷ് അല്ല, ഫിഷ് മസാലയാണ് മാറിയത്. അജ്മി ഫിഷ് മസാല, വിളമ്പാം മീൻ കറിയുടെ നല്ല വിശേഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.